ഓം നമോ ഭഗവതേ വാസുദേവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമഭദ്ര ശ്രീരാമ രാമ ജയ. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോകമിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പൂക്കുതാതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥുലാപുരമകം പൂക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകം മഹീപതി സംഭ്രമ സംവിധം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാരനോടും ശിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണാനായി നൃപേന്ദ്രനും സൂര്യചന്ദ്രന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദന്മാരെ കണ്ടു ചോദിച്ചു നിവേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദ്ദേക സുന്ദരന്മാരാമീ വരാനെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരായ മൂർത്തികളോ നരവിരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിതനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടുന്നാനിതുകാലം. കാടകം പൂക്ക നേരം വന്നൊരു നിശാചരി താടകൻ തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമം പൊക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനായി വഴി പോലെ. ശ്രീപാദാംബുജരജസൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. സൽക്കാരായോഗ്യന്മാരാം രജപുത്രന്മാരെ കണ്ടിൽ കുന്നുങ്ങിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടക്കൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിക വരുത്തേടുക്കെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും പൂങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജപമെടുത്തു കൊണ്ടുവന്നാൽ. ഖണ്ഡാസഹസ്രമണിവസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാം ആകുന്നത് ചെയ്താലും മടിക്കണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനിതു കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ദിതശ്രമം.
നിന്നരുളുന്ന നേരം ഈയഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കും ഉപസ്ത്രീകളെല്ലാം. ഉത്സാഹ കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭ കോശം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുകങ്ങളെപ്പോലെ. മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോപലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി നേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിടിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലകബാലൻ തന്നെ കണ്ടവർകളും. ആനന്ദാബുദി തന്നിൽ വീണുടൻ മുള്ളിനാർ മാനവവീരൻ വായകനാശിയും ചൊല്ലിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്ന നിനിക്കാലത്തെ കളയാതെ. പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ പൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം. നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടക്കൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പൂക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനം താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായന അകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതീത അനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി. ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും. മിഥിലാപുരമകം പോക്കിയതോ ദശരഥൻ മിഥിലാധിപൻ താനും ജന്മധീരേറ്റുകൊണ്ടാൻ. വന്നിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യനാം വസിഷ്ഠനെ തരു പത്നിയെയും. അർഘ്യാപത്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സത്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യനെ പാദാംബുജം. തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമ പാദാംഭോജമനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംബോജം. വശതി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോരുട ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ല താനും. ആകയാൽ 4 കുമാരന്മാർക്കു വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിരിച്ചു കൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കിനാനാ. രത്നമടിത സ്തംഭ തോരണങ്ങളും നാട്ടിൽ രത്നമടിത സ്വർണ പീഠവും വച്ചു ഭക്ത്യാ. ശ്രീരാമപാദാംബോജം കൈകിച്ചനന്തരം വേരുതുന്തുവി മുഖ്യ വാദ്യഘോഷങ്ങളോടും. ഓമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനോ നൽകിയിടിനാൻ ജനകമഹേന്ദ്രനും. തൽപാദ തീർത്ഥം നിജശിരസി ധരിച്ചടന്നാൾ പൂപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും. ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദാൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാ വൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യാർത്ഥമായുയതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി കന്യാരത്നം.
ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ നീത എന്നൊരു നാമം വിളിച്ചേതിനേതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദന്നെയുന്നള്ളിനാരൊരു ദിനം. എന്നോട് മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദി കളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നതവതരിച്ചിതു രാമനായി മായാമർത്യ വേഷമുമ്പടിന്നാലും. യോഗേശ്വരൻ മനുഷ്യനായിടുമ്പോൾ അതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി തൽക്കാരണത്താൽ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ. ഇത്തം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈകൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു. എന്നതോർത്തിക്കുമ്പോഴൊന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാം. മൃത്യുശാസനാചവം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നത് മൽപുത്രിക്കെന്നൊരു പണം. ചിത്തത്തിൽ നിരൂപിച്ചു വരിത്രി നിപന്മാരെ ശക്തിയില്ലേതിന്നു പൃഥ്വിപാലകന്മാരും. ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയെങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രം തന്നെ തൊൽപ്രസാദത്തിൽ നിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോത രൂപത്തോടും. ഖദ്യോതാന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുത് സംയുതമായ ജീമൂതമെന്ന പോലെ. ശക്തിയാം ദേവിയോടും മുക്തനായി കാണുക മൂലം ഭക്തവത്സലാമമാ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ശരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. തൽപദാംബുജ അരണം കൊണ്ടു സർപ്പഭൂഷം ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജ ഗളിത അമ്പുദാരണം കൊണ്ട് സൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐദ്രം പദം. ത്വൽപാദാംബുജരജ സൃഷ്ടി കൊണ്ടകല്ലെയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധുവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കവരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ട് കൊടുത്തിടിനാൻ മഹാധനം. കരികളുറു 100,000 പേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭാരവും. സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈകൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമശമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വൈ പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാന കബേരി തുര്യാഘോഷങ്ങളോടും മൃദുഗാനങ്ങൾ തേടും വീണയും കുയലുകളും. ശൃംഗകാഹളങ്ങളും മദ്ദളമിടക്കകളും ശൃംഗാരസ പരിപൂർണ വേഷങ്ങളോടും. ആനതേർ കുതിരക്കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും. കൗശികാവശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും വൃത്യാമാത്യാദികളോടും. വേഗമോടെ അയോധ്യക്കാമാറങ്ങു തിരിച്ചുപോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകരും പിന്നാലെ ചെന്നു യാത്രയച്ചരനന്തരം വെൺകൊറ്റക്കുടത്തയ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊയുമാല വട്ടങ്ങളോടും. ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമം മലയജകസ്തൂരികന്ധത്തോടും. നടന്നു വിരവോട് 3 യോജന വൈ കടന്നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഭാർഗവ ഗർവശമനം. അന്നേരം വശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകന്നാൻ.
മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നെ അഭയമുണ്ടാമെന്നറിഞ്ഞാലും. ഏതുമേ പേടിക്കണ്ട, നല്ലതേ വന്നുകൂടൂ, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതരനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിപ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിച്ചനെ വടവാനല സമൻ. ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ. ബദ്ധസാധസം വീണു നമസ്കാരം ചെയ്താൻ, ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവ വരാമന്ദൻ എന്ന പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൽ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജഗദ്ധന്തി പുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സുമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണത്തർപ്പണം ചെയ്തനാഥ. കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപതേ, കാൽത്തളിരിണ തവ ചരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ അഗ്നിജ്വാല പൊങ്ങിയിടും വണ്ണം. വക്ത്രവും മധ്യാഗ്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യാസത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊയിഞ്ഞുണ്ടോ രാമനിധി ഭുവനത്തിങ്കൾ, മാനവനായ ഭവാൻ ക്ഷത്രിയനാണെന്നാകിലോ. നില്ലു നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, വെല്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവ ചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈശ്വം മഹാസാരം. ക്ഷത്രിയ കുലജാതം നീയതു കൊണ്ടു സത്വരം പ്രയോഗിക്കും നിന്നുടെ യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതിൻ്റെല്ല സന്ദേഹം എനിക്കെന്നതും ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതിരുന്നില്ലേ, ശത്രുത്വം തമ്മിൽ പണ്ടേ ഉണ്ടെന്നൊരിക്കനേ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ശോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞ ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞതോ. എന്തൊന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടു എന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപതപ്പുണ്ടു, സന്താപമുണ്ടാകുന്നു വിരിഞ്ചതനയനും. മൃദ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലയും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ. ആശ്രയം അവർക്കെന്തൊന്നുള്ളതു തപോനിധേ, സ്വാശ്രയം കുലധർമ്മമിങ്ങനെ പാലിക്കുന്നു. തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. കുലത്തിങ്കിൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രാദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. അന്തകൻ പോലും സംഘിച്ചിടുന്നതല്ല നിന്തിരുവിടെ ചിന്തിതം അതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കെടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ രാമൻ, കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്ര നിവൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദിച്ചു ദശരഥൻ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്നേരം ഈ ഏരുലകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസാ കാണായി വന്നു. ഉലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നെ തോചിതപ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദമോരരുൾ ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിട വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനുമാരൂടാനന്തരം ഇതിനുത്തരം അരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ, ശ്രീരമണാത്മരാമ ലോകാഭിരാമ.
ശ്രീരാമ സീതാഭി ആത്മാ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരനന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവർത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചനാകാരുണ്യവാരിതേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ് കൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു. സാദരം വർത്തിച്ച നായരുളി ചെയ്തിടിനാൻ ഉത്തിഷ്ടോ തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാം. തേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തന് ഭവാൻ എന്നതുമറിഞ്ഞാലും. കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ കൊല്ലണം പിതൃഹന്താവാക്കിജനെ. ചൊല്ലയും കാർത്ത വീര്യാർജുനനാം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽകുലാംശജനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ ക്ഷത്രിയ വംശം 21 പരിവൃത്തി. യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനു ദാനം ചെയ്ക പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു. ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേത്രായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാൻ തമ്മിൽ എന്നാൽ അന്നുടെ തേജൻ. തേജസന്നുന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത പ്രളയാന്തം. എന്നെ സേവിച്ചു വസീചുടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറന്നീടിനാൻ നാരായണൻ. യോഗങ്ങളെല്ലാം ചെയ്തതും ഞാനും നാഥ എന്തൊരുടി തന്നെ വന്നവതരിച്ചൊരു. പങ്ക്തിസ്യന്തനു സുതനല്ലോ നീ ജഗൽപദേ എങ്കിലൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം. നിങ്ങളാ കേടുവാനാ തന്നെ ദോഷരാസനം ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു. കർമ്മകൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗാൽ. സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു ജന്മം. മുന്തൻ തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരും കണ്ടു കീട്ടിടാതൊരു. നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം തന്നെയാ കൃതാർത്ഥനായ സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളെല്ലാം ജന്മാദിഭാവങ്ങൾ. സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു. നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ. നിന്നുടെ മഹാമായ വൈഭവം ചിത്രം യാവൽ പര്യന്തം മായാ സമ്പ്രദം ലോകമോത്താൽ. താവൽ പര്യന്തം അറിയാവല്ലഭവ തത്വം സംവത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും. തൊൽസേവാരതരാത്മാരാം മാനുഷർവല്ലവല്ലേ സ്വത്മായാരചിതമാം സംസാര പാരാവാരം. തൻ മറുകരയേറിടുന്നിതു കാലം കൊണ്ടേ ത്വജ്ഞാന പരമാത്മാ മാനുഷ ജനങ്ങൾക്കുള്ള. ജ്ഞാനം നീക്കുവരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്ങൾ നിന്നമ്പോടു വാക്യജ്ഞാനം. ഉൾക്കാമ്പിൽ ഉദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപ്പെട്ടു ഭവൻ. ചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കോ. കൽപ്പകോടികൾ കൊണ്ട് സിദ്ധിക്കയില്ലല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി സൽബോധം മമ സിദ്ധിക്കണം ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലം. ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ. നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ. നമസ്തേ മുഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ. നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര. നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമസ്തോദേ ഭഗവൻ നമോസ്തുതേ. ചിന്തയേ ഭവചരണാമുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടൻ നിന്നാൽ സഞ്ചിത്തമായ പുണ്യം. ഒക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ. അന്ധകാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൽ സന്തോഷം പ്രാപിച്ചേ നാം നിരുവടിയുള്ളിൽ. എന്തിനു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജഗന്തന്തി പുത്രനും അപ്പോൾ. സാദരം ദശരഥ പുത്രനടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ. പാദഭക്തന്മാരെല്ലാം പാദപത്മങ്ങളിലും ചെയ്തസി സദാനന്ദം ഭക്തി സംഭവിക്കണം. മാധവാരഘുപതേ രാമകാരുണ്യമുദേ സ്തോത്രം മയാ കൃതം ലഭിച്ചിടുന്ന ബഹുമാൻ. ഭക്തനായി തത്വജ്ഞനായിടും വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജ സ്മൃതി. ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം.
അങ്ങനെ തന്നെയൊരു രാഘവൻ നിയോഗത്താൽ ഇങ്ങനെ ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദർശനം ചെയ്തു കുമ്പിട്ട് കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്ര ചാലം പൂക്കിടിനാൻ. ഭൂപതീരശാരദൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്ന് തൽപുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താൻ ആനന്ദാസുക്കളോടും പ്രൗഢാത്മവായ ഗിരിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോട് വൈകുണ്ഠം വായും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിവായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടുന്നാണ് അനുദിനം. കേകയനരാധിപകനായ യുധാചിത്തും കൈകേയതീ തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടും നടന്നീടിനാരവർക്കളും മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാനതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരും പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദ തച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനം മരാലയെ വായും പോലെ. നിർവികാരന്മാരായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവി ആകിയ സീതയോടും ഒന്നിച്ചു വാണരോ അയോധ്യയിൽ പുരി തന്നിലെന്നെ. ഇതധ്യാത്മരാമായണേ മാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. അയോധ്യാകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. താർമകൾക്കൻ പുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശുനി. ദാമോദരൻ തരിതാമൃതാമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കിനാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും ബലജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേതൻ കഥകൾ കേട്ടിടിനാൻ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യ ജലനിധിയാകിയ രാഘവന് ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പൂക്കൂ. താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നതീരേറ്റു പൗരജനത്തോടും ചെന്നു മഹാരാജധായിനിയകം പൂക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാണുകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രുവനദ്വയൻ മൃത്യുഞ്ജയൻ വനൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമ തുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയുമാനന്ദവശയായി ഭദ്രപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവും അരുൾ ചെയ്തു. നാരായണൻ നളിനനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ. നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാധി നളിനക്ഷര ഗുരു. നാഥൻ നരസകൻ നാനാജകൻ മയൻ നാനവിദ്യാത്മകൻ നാമസഹസ്രമാൻ. നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവശംസമദ്ഭുതം അദ്ഭുവൻ. നാളീകബന്ധാവ വംശ സമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമബലപ്രദൻ. രാക്ഷസ വംശ വിനാശകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തകൃതി സ്ഥിതൻ. വ്യക്തൻ അവ്യക്തൻ അന്തനൻ ആത്മയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ. തക്തഞ്ജരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ. നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തിപരാ മമ വേണ്ടിലാ മുക്തിയും. ചിത്തം ഭഗവതി ശൗരി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾക്കെന്നരുൾ ചെയ്തു. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവത കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ
അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലയാത്രിയാം ജാനകി തന്നോടും നീലോൽപദള ലോല വിലോചനൻ നീലോപലാഭവൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ടു വെൺചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായ ദിനകോമളൻ ബാലനിശാകര ബാലദേശേലസൻ ഫലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കന സന്നിഭ കൗസ്തുഭം കന്ദരൻ പ്രാലേയ ഭാനു സമാനനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരനു വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിരുന്നാൻ മുക്തശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സംഘാശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിനാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാർവിളിലാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാഥമണിയർഘ്യ പൂർവകമാദ്യേന പൂജിതനാകിയ നാരദന് തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ എന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുകം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരിക്കയാളുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുകം കണ്ടുകൊള്ളുവാനിധി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാവന അവകാശവും തന്നിതോ പുണ്ടരീകോദ്ഭവ പുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നൊരരുൾ ചെയ്യുക വേണം ദയാലിതേ എന്തൊരു കാര്യം നിരൂപിച്ചെന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തെന്നിങ്ങനെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോളു ചൊല്ലിടുവതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്കുകളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിനാൻ ഇന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജകൽപിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയായുന്നതു നിർണയം ഈരേയു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധ മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനായി ഇതിനാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്ന പത്യം പുനരാകയാൽ ഒക്കു പറഞ്ഞതു സംസാരി എന്നതും കണ്ട ലോക ജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ട് സത്വര രജസ്തമോ നാമ ഗുണത്രയം യുക്തയായിടുന്ന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകരൻ നീ രോഹിണി ജാനകി ആദിദേയാദിവൻ ഈശചി ജാനകി രാധവേദസ്സു നീ സ്വാകാമകി സുധാ അർക്കജനൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പർക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രഭര കുമാര രഘുപതേ രാജീവലോചന രാമദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി
സ്വർദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തനി പറഞ്ഞിടുന്നു. സത്യപരാക്രമ സദ്ഗുണവാരിതേ യാതൊന്നു വാതൊന്നു പുല്ലിംഗവാചകം. വേദാന്ത വേദ്യ തത്സർവവും ഏവനി ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം. യാതൊന്നതൊക്കെ ജാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ എങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിൻ. എങ്ങനെ സേവിച്ചു കൊൾവൂജകൽപ്പതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമ വാക്യകൃതമായതും പിന്നെ അധികങ്ങൾ നിന്നുള്ള മഹത്തത്വം. എന്നതെങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നീ ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ. ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു. നിർമ്മലന്മാര് ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ. ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ മൂലവും സൂക്ഷ്മവും കാരണമെന്നതും. മൂലമാ ചിത്തത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും. അന്യോന്യനാം പരൻ തുദ്വിയുക്തൻ വിഭോ പ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ്. രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതോ ലോകങ്ങൾ. നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കെവേ. നിങ്ങളീയാകുന്നതൊക്കെ ഓർക്കും വിധൗ കാരണമെല്ലാത്തിനും ഭവാൻ നിർണയം. നാരായണ നരകാരെ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ. പേരും ഭവഭയ മൃത്യുമുഖാദികൾ ത്വൽഖഥാ നാമ ശ്രവണാദി കൊണ്ടുടൻ. ഉൾക്കാമ്പിലുണ്ടായവരും ക്രമാൽ ഭക്തിയും തൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ. ത്വൽബോധവും മനകാമ്പിലുദിച്ചിടും ഭക്തി മൂയുത്തു തത്വജ്ഞാനമുണ്ടായാൽ. മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം ത്വൽഭക്ത ഭൃത്യന്മാരിലേഖനെ. യൽപ്പഞ്ഞനാമെന്നെയും കരുതേണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത. ഉന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ. എന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചു. എന്നീ വണ്ണം പറഞ്ഞേടിനാൻ നാരദൻ ആനന്ദ ബാഷ്പ പരിപ്ലോനത നേത്രനായി. വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം. ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ. ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ. പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജനായൊരു ഭഗവാനെ ദശരഥൻ. രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരു അമ്പിട്ടുകുന്നതു. നീയും അതിന് അനുകൂലമായി വന്നിടും ദശമുഖനെ കൊന്നുകൊള്ളുവാൻ. എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു എന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാൻ എങ്കിലും മാനസേ. മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൻ. ഉത്തരമായരുൾ ചെയ്തു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളം ഞാൻ. ചിത്തേ വിഷാദമുണ്ടാകായതു മൂലം കാളവിളംബനം എന്തിനെന്നല്ലല്ലി. മൂലം അതിനുണ്ടതും പറഞ്ഞിടുവാൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മ ഫലക്ഷയം വരും. നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണം മാത്രം പുരുഷപ്രയാസമെന്ന്. നാരുമറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ. നാളീകലോചനൻ പാദങ്ങൾ നന്നാനെ പിന്നെ ചതുർദശ സംവത്സരം വനം. തന്നിൽ മുനിവേഷമോടുവാണിടുവാൻ എന്നാൽ നിശാചര വംശവും രാവണൻ. തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട്. യാതുദാനാന്വയനാശം വരുത്തുവൻ സത്യമീന്തെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദർശനം ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു. ദേവലോകം ഗമിച്ചിടിനാനാദരാൽ നാരദ രാഘവ സംവാദം ഇങ്ങനെ. നേരെ പഠിക്കതാൻ കേൾക്കനാനോർക്കുനാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന്. മുക്തി ലഭിക്കുന്നതും അതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷം അകലുവാൻ ചൊല്ലുന്നതോ കണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദ മമ മാറിയിരിക്കുമ്പോൾ
പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകതാരിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നത് ഞാനും മോട്ടകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ. വൃത്തി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ. കൽപ്പിച്ചതിപ്പോയതങ്ങനെയെങ്കിലും ഉൾപ്പൂവിലോർത്തു നിയോഗിക്കവും വേണം. പ്രജകൾക്ക് അനുരാഗം അവങ്കലും ഉണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നെന്ത്രിയെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തം എടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നു കൊണ്ടുമതും നിർണയം മാനസേ. എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ പദ സംഭരിച്ചിടണം. രാമനോടും നിൻ തിരുവടി വൈകാതെ സാമൂതമിപ്പോയി ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക, ചാരുപതാകകളോടുമൊത്യുന്നതം. ഘനഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുയങ്ങവേ. മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകവിളമയായി നാളിക നേത്രനാം രാമനോ നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോരാദരാൽ. എന്തെന്ന് വേണ്ടുന്നതെല്ലാം ചെയ്താലും അന്തരം എന്നെ സംഭരിച്ചിടുവാൻ. ചിത്തെ നിരോപിച്ചു കണ്ടു സുമന്ത്രരോട് ഇത്തം വസിഷ്ഠ മുനിയും അരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകാമാരെല്ലാം. മധ്യകക്ഷേ 16 പേർ നിൽക്കണം. ഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാ തീർത്ഥ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളുമുയി വിചിത്രമായി. സ്വർണ്ണ കലശ സഹസ്രം ഒലയജ വർണ്ണങ്ങൾ കൊണ്ടുപോയി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂനിക ഛത്രം സുവർണ ദണ്ഡം മണിശോഭിതം. മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും. സൽകൃതന്മാരും മുനിജനം വന്നിക നിൽക്ക കുശപ്പാണികളായി സഭാന്തികെ. നർത്തകിമാരോട് വാരവദൂതനം നർത്തക ഗായക വൈണിക വർഗവും. ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം മൂർവീശ്വരാംഗനെ നിന്നു മനോഹരം. ഹസ്ത്യശപത്തിരതാതി മഹാബലം വസ്ത്രാദ്യലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും ഒരുവാൾ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചത് സത്വരം തേരിൽ കയറി വസിഷ്ഠനും. ഭാഗീരഥി ഗൃഹപത്രിയും ബാസുരം ആശു സന്തോഷേണ സാമ്പ്രപ്യ സാദരം. നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും ഭക്തിയാരകുത്തമൻ. പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കയുഗിച്ചു പാദാബ്ജ തീർത്ഥവും. ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേ നടിയനദീവ കേളുന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലതിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ഇടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നിതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ. ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും. ഭക്തജനങ്ങൾക്കും ബുദ്ധി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചീടിന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഖ്യം പുനരേവം വെളിച്ചത്തിടാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാമായ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനെ ഞാൻ ഋഷിക്ക് വേണം ജഗതിദാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരചാര്യനല്ലോ ഭവാൻ ഓട്ടില പിതൃണാം പിതാമഹനും ഭവാൻ. സർവേശ്വഗോചരനായ അന്തര്യാമിയായി
സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനാളുടൻ പത്യവേശയുടെ ദശരഥപുത്രനായി വൃത്തിതലേ യോഗമായി യാജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാവായ അരുൾ ചെയ്യുകയാൽ എന്നതിർന്നത്രേ സൂര്യൻ അയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാം ഞാനും ഭവാനോട് സംബന്ധകാംക്ഷിയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തോ നന്നായി വരികരുതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുകയുണ്ടു ഞാൻ ഇന്നിയും ലോകേശത്തെ മഹാമായ ഭഗവതി ലോകേകമോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിക്കായ്ക്കമേ തൊൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോൾ ഇതും അപ്രവക്തവ്യം മയാ രാമപുത്രച്ചിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രേ വന്നീനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതോ കണ്ടു ചൊൽവാനായി വന്നേഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുശസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നെ തിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെന്ന അഭിഷേകം ഇളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവു നീ അത്രേ വത്സമമത്വം ബഹിപ്രാണനായകാൻ ഉത്സവത്തിനു കോപ്പിട്ടു കൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിനു സമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവ നന്ദനന്ദനോട് രാജാ ദശരഥാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാനൊരു ഭൂമാൻ സമ്മോദം ഉൾക്കൊണ്ടത് നേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും തന്നിലാൻ കൗസല്യയും തനു യാഭ്യുയാർത്ഥമായി കൗതുകമോടെ പൂജിച്ചിതു ലക്ഷ്മിയെ നാദേ മഹാദേവി നീയെ തുണയുന്നു ചേതസി ഭക്ത വണങ്ങി വീണിരുന്നാൽ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയ പുത്രി വശകഥനാകയാൽ ആകുലമുൾ വളരുന്നതിലേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃത നാശിനി ദുർഗതി നീക്കുണച്ചുണരുമേ നമ്പികേ കാമുകാനല്ലോ നിർബന്ധി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്ന നേരം അഭിഷേക വിഘ്നം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭഗവതി വേഗാലയോധ്യക്കയൊന്നള്ളിയിടുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തേടുവാൻ ആവരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെയുന്നള്ള മടിക്കരുതെന്ന മരന്മാര് പറഞ്ഞോരനന്തരം വാണിയും മന്ദര തൻവദനാന്തരെ വാണേടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രൈവക്രയാം കുബ്ജയാം മനസ്സെ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാ മന്ദരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തരുൾ മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭഗെ മൂഢേ മകാഗർവിതേ കിടന്നെപ്പോയും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്ത് വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന നിർണയം രാഭാഭിഷേകം എടുത്ത നാളുണ്ടടോ കാമിനി മാർഗുലം മൗലിമാണിക്യമേ ഇത്തരം അവൾ ചെന്നത് കേട്ടു സംഭ്രമിച്ചു താനവും ചെയ്തു കൈകേയി പുത്രിയും ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാതരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിനോരൊരു അവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരുമേ ഇല്ല മറ്റാർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാ രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറുന്നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിക നീ
നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദമില്ലവനൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പരിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകേയ പുത്രതൻ വാക്കു കേട്ടണുവാകുളച്ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകരാരണം തീർക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ. മാതുലനെ കാൺമാൻ അയച്ചതും ചേതസി കൽപ്പിച്ചതു കൊണ്ടു തന്നെ ഇതു. രാജ്യാഭിഷേകം കൃതം രാമനകിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യമായൊരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനത്തെ ഭരതനും. സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളയിലും ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്ക്കയിൽ. നല്ല മരണമതിനില്ല സംശയം കൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്കനീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഈ കാലം സൽസൂതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീയായാണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതനോ വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിന്നൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവാൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം തന്നെ മഹേന്ദ്രർത്തിക്കയാൽ. മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യസ്യമേതം തേരേറിനാൻ. എന്നോടുകൂടവേ വിണ്ണിലകം പൂക്കും സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ. ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരി ചെന്നതറിഞ്ഞതും ഇല്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തതണ്ഡം സമാവേശധൈര്യേണ നീ. ചിത്രമത്രേ പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം എങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധം നിവർത്തനായൊരു ദശാന്തരെ. നിൻ തൊഴില് കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ. പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും നിൻചരിതം തന്നു നിരൂപിച്ചാൽ. 2 വരം തരാൻ നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തുവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൻ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി ഭയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരുകയെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നതോ മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിനും ശോഭ പൂണ്ടൊരു കാർക്കുന്തലയിച്ചിട്ടു. ഭൂമേനിയും പൊടികൊണ്ടണിഞ്ഞിക ഭൂമിയിൽ തല്ലേ മലിനാംബരത്തോടും. കണ്ണുനീരാലെ മുഖവും വഴികളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട്. അർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ദരച്ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ വന്നു കൈകേയും. പദ്യം ഇതൊക്കെ തനിക്കെന്നു കേൾപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേവിനാൽ. കൈകേയി മന്ദരയോട് ചൊന്നാളിനെ രാഘവൻ കാനനത്തിനു പോകോളവും. ഞാൻ ഇവിടെ കിടന്നിടുവനല്ലായകയിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഊരിപ്പരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ. വേറെ നിനക്കൊരു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദശകങ്ങൾ അതിനില്ല സംശയം. 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം. എന്നു പറഞ്ഞു പോയിടിനാൽ മന്ദര പിന്നെ അവണ്ണം അനുഷ്ഠിച്ചുരഗ്നിയും. ധീരനായേറ്റം ദയാനിതനായി ഗുണാചാരസുക്തനാ നിതിജ്ഞനായി നായിജ്ഞജ. ദേശിക വാക്യസ്ഥനായി സുശീലനായി യശശുദ്ധയായി വിദ്യാനിരതയായി. ശിഷ്ടനായുള്ളവൻ എങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ. സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ. അർജിക്ക വേണം പ്രയത്നേന സ്വൽപ്പമാൻ കജ്ജളം
തെറ്റിയ സ്വർണവും നിഷ്പ്രഭം. എങ്കിലേ രാജ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൂതികളോടും പറഞ്ഞുകൊണ്ട് അന്തപുരമകം കുക്കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായ കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരങ്ങൾ നിരൂപിച്ചതീ ദൃഢം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നു കൂടും വിദ്ധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമവൾ ഇന്നെങ്ങു പോയിനാൽ മന്ദമാകുന്നതുന്മേഷമൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവത് സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തോ ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിൻ മൂലം അത് മറഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ. എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികെ കത്തിരുന്നു സസംഭ്രമം. മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിനു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ഏതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽക്കടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരോ വിപ്രിയം ചെയ്തതോ വല്ലഭേ. ദണ്ഡ്യകനാകിലും വദ്യനേതാകിലും ദണ്ഡമേനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർദ്ധനത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പരവനെ ഞാൻ. അർദ്ധവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനായുവാൻ എന്നും അവനെ ഞാൻ. വദ്യനെ നൂനം അവധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കതീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നിതിപ്പോൾ എനിക്കും മൽപുത്രരാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗളശീലനാം ശ്രീരാമൻ എന്ന് ഞാൻ. അങ്കനാരത്നമേ ചെയ്വന് തവ ഹിതം ഇങ്ങനെ ഖേദിപ്പിക്കായികമാ വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുടച്ചുത്താനം ചെയ്തു മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൽ. സത്യപ്രതിജ്ഞനായുള്ളൊരു ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ. സത്യമായുള്ളതിനെ പറഞ്ഞേടുവാൻ വ്യക്തമാക്കിയിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ട ചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലിനാൻ. വെച്ചിരിക്കുന്നു ഭവാങ്കലതു കണ്ടെണ്ടും ഇച്ഛയുണ്ടെന്ന് വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജാഭിഷേകം ഭാവാനിന്നു ഭരതനു ചെയ്യണമെന്നതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസ വേഷം ധരിച്ചു വനാന്തരെ. കാലം 14 വത്സരം വായണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനു ശശി വനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകില്ലെന്നു മരണം എനിക്കില്ല നിർണയം. എന്നു കൈകേയി പറഞ്ഞൊരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭൂവി സജ്വര തേജസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തം മാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു ദുർവാദിപൻ. ദുസ്സഹ വാക്കുകൾ കേക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ നാനിഹ. ചിത്തഭ്രമം മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. കിങ്കിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജ ലോചന ഹാ പരബ്രഹ്മമേ. വ്യാക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ദയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വിയർത്തേവ മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചതു രാഘവൻ. മൽപ്രാണഹാനീകരമായ വാക്കു നീ ഇപ്പോയുര ചെയ്വിതനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നിനുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നതോ തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരുമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ.
രാമനാലേതു ഭയം നിനക്കുണ്ടായാൽ ഭൂമിപതിയായ ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രിപതീശ്വരനോട് ചൊല്ലിയിടിനാൻ. ഭ്രാന്തനെന്നാകിയോ ഭൂപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൻ. പങ്കജനേത്രനാം രാമനുഷ്യസിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവാൻ മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വിടിഞ്ഞതു കാരണം യാതനാതുകാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശബദ്ധവും ഭൂമിപ്പതേ വൃതാമിത്യതാക്കിയിടലോ. രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ കൈകേയി തന്നുടെ കൈകേയി തന്നുടെ കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിട്ടു വത്സരതുല്യനായി. ചെന്നാൻ അരുണോദയത്തിനു സാദരം പന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയ ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവയെ കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാരെ നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണം ചെയ്താൾ അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി. തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടത്തയ ചാമരം താലവൃന്ദം കൊടിത്തോരണവും ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങളും പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റം ഒഴിഞ്ഞാശു സംഭരിച്ചേടിനാൻ ശ്രീബാലവൃദ്ധാവതി പുരവാസികളാ ആബദ്ധ കൗരൂഹല ലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ തീർത്ഥ പരമാനന്ദത്തോടുമേ വേണിനാൻ നമ്മുടെ ജീവന രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതിൽ രമ്യകമാരായീത മണികുണ്ടന സംമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ചതലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലത്തുണ്ടവും ചന്ദ്രികാസുന്ദരം മന്ദസ്മിതാഭയം കുന്തമുകുള സമാനന്ദതന്തങ്ങളും ബന്ധുകസൂന സമാനാദരാഭയം കന്ദരരാജിത കൗസുഭരത്നവും ബന്ധുകരാപം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിപ പീതാംബരാഭയം പൂഞ്ചേലമീതെ വിളങ്ങി മിന്നേടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുൻപ്രിക്കരം കൊണ്ട് കുമ്പിട്ടു കൂപ്പിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനവും അംബോജബാണ നിശങ്കാംബജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജ തുല്യം ആം അങ്കൃതാലങ്ങളും ജംഭാരി രത്നം തൊയും തിരുമേനിയും ഹാരക്കടകവല യാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ നിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസാനം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസത്താരിൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദനിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതിനല്ലെന്നു ചീർത്ത വിഷാദമോടക്കുരുൾ മുരൾ ചെയ്തു മാർത്താണ്ഡ ദേവനെ കാണാനു നോക്കിയും ആനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണേടിനാൽ പുരവാസികളാദരാൽ വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യ മുതിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പിനീടിനും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപ്പുരമകം പൂക്കാന്യതി ധൃതം രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ യുദ്ധം നൃപനെ സുതിച്ചു
നമസ്കരിച്ചത്താനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും കിന്നനായി കണ്ണുനീരും വാർത്തു വൃദ്ധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലകൻ പ്രകൃതി പകരുവാൻ മൂലമെന്തെന്നൊരു മഹാരാജവല്ലഭേ. ചൊല്ലുകന്നോടെന്ന് കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽപജ്രാഗ്ര സേവയും ചെയ്യുകയാൽ അത്യന്തം ആകുലനായതു മന്നവൻ. രാമനെ കാണാനു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. ഇതു കേട്ട് സുമന്ത്രൻ ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചന മനാകർണ്യനാനീഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ. ഇതു കേട്ട് ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാജകുമാരനാ നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ട് സുമന്ത്രരുയരിപ്പായി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ. സാധൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു സാധനം വൈകാതെ എഴുന്നള്ളുക വേഗം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവര് തന്നോടുകൂടവേ. സൗമിത്രയോടും കരേറിയതോപരി പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരെ ചെന്നു പിതാവിൻ പദത്വയം വന്നിച്ചു വീണു നമസ്കരിച്ചേണിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിനാശു സമുദ്ധനായ സംഭ്രമാൻ. ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം. രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂപിനെ കണ്ടു വേഗേന രാഘവൻ. സാധനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാധനം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരുടെ ശോകാൽ വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഏതേന മന്ദിരം പൂക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണം എന്തൊന്നു താത ദുഃഖത്തിന്. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞത് കേകയപുത്രിയും. കാരണം പുത്ര ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖ മൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കലുതിനി താതനു ദുഃഖ നിവർത്തി വരുത്തുവാൻ. ഭർതൃദുഃഖാപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദിശേഷനായ പിതാവിനെ സത്യപ്രസിദ്ധനാക്കിയിടുക നീയതു. ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുപേരും മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലേ സാധ്യമായുള്ളൊന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു കിന്നനായി വന്നിതു താതനറിക നീ. സത്യഭാഷേന സംബന്ധനായി താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിനുടൻ തന്നെ താതനെ താണനം ചെയ്യുകയാൽ. പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നറിക നീ. മാതൃവചന സുലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും. എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതനില്ല സംശയം മാനസേ ഖേദം ഇതിനെല്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ രാജ്യമെന്നാൽ അറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിയും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും. താതൻ നിയോഗിക്കൽ ഏതുമേ സംശയം ചേതസി ചെറ്റിൻ നെലിക്കുന്നറിക നീ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനോനത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനെന്നറിഞ്ഞാലും. എന്നാകിലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുവാൻ. പിത്രോർ മലർമെന്നു ചൊല്ലുന്നു സജ്ജനം യുദ്ധമെല്ലാം പരിജ്ഞാതം മയാതുന. ആകയാൽ താതന യോഗമനുഷ്ഠിപ്പാൻ ആകുലം ഏതും എനിക്കില്ല നിർണയം. സത്യം കരോമഹം സത്യം കരോമഹം സത്യം അയോക്തം മരിച്ചുണ്ടായി വരാ. സത്യം അയോക്തം മറിച്ചുരണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയും രാമനോടാശോ ചൊല്ലിയിടിനാൻ ആദരാൽ. താതൻ നിനകഭിഷേകമാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം വരതനോ ചെയ്യണം
രണ്ടാം വരം പിന്നെ ഉണ്ടെന്ന് വേണ്ടുന്നു. നീ നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വായുകയും വേണം. എന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു, മന്നവാനിതു ദുഃഖമാകുന്നതും. എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതെനിക്കൊരു വൈഷ്യവുമായതും. അഭിഷേകം ഭരതനോ ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തെന്നോട് ചൊല്ലാനു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം? രാജ്യത്തെ രക്ഷിപ്പതിനു മതി, അവൻ രാജ്യമുപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകാവാസത്തിനേതും അരുളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറുമമ്മ കുറിച്ച് ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവവും തൃപ്തനാകേടിനാൻ താതനോ തന്നെ. യൗവനം നൽകി രാജനരനും വഴങ്ങി ദിവ്യന്മാരാൽ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു, മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ശ്രീജിതനായതികാമുകനായൊരു രാജാതവനാകും എന്നെയും വൈകാതെ. ഭാഷേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കൻ ഈ ദോഷം നിനക്കെന്തേതുമകപ്പെടാ. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പ്രദീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം. തന്നിൽ രമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറയുകയും. കണ്ണുനീരാലോല വാർത്തു കരയുകയും നന്നായി മുറുകെ മുറുകെ കയുകയും. പിന്നെ ചുടുചുടെ ദീർഘമായ വീർക്കൈ കിന്നനായൊരു പിതാവിനെ കണ്ടുടൻ. തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോപിതൻ തഥാ. എന്തിനൻ താതൻ വൈദവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമേതെന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയും ഇല്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം നാനരണ്യത്തിലും വായുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞു നീ വൈകാതെ. പോവനതിനായി വരുന്നെന്നെ നന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പൂക്കതു നേരം. ധാർമ്മികമാകിയ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ. പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു വിത്തമാദീപ ദാനങ്ങൾ ചെയ്താതരാൽ. ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ. നന്നായി സമാധി ഉറച്ചിത നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലേടിനാൻ. രാമനു ഭഗതനായതു കണ്ടില്ലേ ഭൂമി ബാലപ്രിയെ നോക്കിയിടൂ എന്നപ്പോൾ. വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർനേടിനാൾ. പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി മുകർന്നു കുരുഹലാൽ. ഇന്ദീവരതള ശ്യാമകളേപരം മന്ദമന്ദം തലോടി പറഞ്ഞേടിനാ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. അന്നേരുന്നിട്ട് ഭുജിപ്പതിനാശു നീ എന്ന് മാതാവ് പറഞ്ഞൊരു നന്ദരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനോ പോകണം. മുൽപ്പാടു കയ്യേയ പുത്രിയാമമ്മയ്ക്കു മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൽ അയക്കണമെന്നും മറ്റതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചേടുക മാതാവും. ശ്രീരാമവാക്യമേവും കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാനുകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു കാരണവും തന്നിൽ മുകി കരഞ്ഞുടൻ. തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ. എന്നെയും കൊണ്ടു പോകണം മടിയാതെ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ. ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധാരാലയത്തിൽ നീ പോയിടുവാൻ. പൈതലെ വേർപെട്ടു പോയ പശുവിനോടുള്ളാതി പറഞ്ഞറിയിക്കരുതല്ലോ. നാടുവായണം ഭരതനിൽ നാകിൽ നീ കാടുവായണമെന്നുണ്ടോ വിധി മതം. എന്തു കുയച്ചതു കൈകേയോടു നീ ചിന്തിക്കൂ താതനോടും കുമാരാ ബലാൽ. താതനും ഞാനും ഒക്കെ ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക്
ചെറ്റില്ലെന്നു നിശ്ചയം. പോകണമെന്നു താത നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കയതാകിലോ. ഞാനവൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവാൻ മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യ വചനങ്ങളിങ്ങനെ ചിത്തതാപേണ കേട്ടൊരു സൗമിത്രയും. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രവഗ്നിനാൽ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തേ ചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ഷടപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപ്പന്തിങ്ങളായുള്ളവരെയുമൊക്കവേ. അന്തകൻ വിട്ടിന്നയച്ചഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിനു ശോകപ്പതിനന്തർമുതാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്ന നിർണയം. കാര്യമല്ലാത്തതു ചെയ്തതാകിലോ ആചാര്യനും ശാസനം ചെയ്തതെന്നതേ വരൂ. ും പറഞ്ഞു ലോകം ത്രയം തദ്രുഷ ദുക്തമാമാറു സൗമിത്രി ദീർക്കുന്നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദര നിന്ദിര മന്ദിരവത്സന നന്ദരൂപ ഇന്ദിര വിഗ്രഹൻ. ഇന്ദിരവരാക്ഷി നന്ദ്രാതി വൃന്ദാതക വൃന്ദവന്ദ്യാംക്രി യുഗ്മാരവിന്ദൻ പൂർണ്ണ. ചന്ദ്രബിംബാനന ഇന്ദുചൂടപ്രിയൻ മന്ദാര വൃന്ദ മന്ദാരദാരുപമൻ. ലക്ഷ്മണ സാന്ത്വനം. വത്സസമുദ്രേ കുമാരനീ കേൾക്കണം മത്സാരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. എന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും. സത്യമെന്നാകിലേ തത്പ്രയാസം തവ യുക്തമതല്ലായിലെന്തിനാൽ ബലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സു മോർക്കനീ. അഗ്നി സന്തപ്ത ലോകസ്താംബുബിം തുനാം സന്നിഭം മർത്യ ജന്മം ക്ഷണഭങ്കുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. കാലാകിന പരികൃതമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാദി കളത്രാദി സംഗമം എത്രയും അൽപായു കാലസ്ഥിതമോർക്കനീ. പാന്തർ വെരുവഴി അമ്പലം തന്നില്ലേ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലേ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരദ്രുവം. സ്വപ്നസമാനം കളത്ര ദുഃഖം നൃണാം മൽപായുസ്സും നിരൂപിക്കില്ല ലക്ഷ്മണ. രാഗാദി സങ്കല്പമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമ്മതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചതു വേഗേന യാദപ്പതിയിൽ പറഞ്ഞതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവില മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്ത മോഹേന മരിക്കുന്നതോ ചിലർ. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തെറിയുന്നീല മായതൻ വൈഭവം. ഇപ്പോൾ അത് പകൽ പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂടാൻമാകൾ ചിത്തപുരുഷനു ഗതിയേതുമില്ലറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ. ആമകുംബാബു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ നരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. നിത്യവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാട്യോഹമേ നമ്രേഡിതം കലർന്നിടം ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വാംസരക്താസ്തി വിമൂത്രരേസസാം സമ്മേളം പഞ്ചഭൂതങ്ങൾ നിർവിധം. മായാമയമായ പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതപുധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരി നിരൂപിച്ചതും തവ
ജ്ഞാനമില്ലായകന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹി ഭീമാനീനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോട്ടിൽ ഞാൻ ആയാതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായതാ വിദ്യയും സംസാര നാശിനിയായതോ വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിനാൽ ക്രോധമറികടോ. മതപിതൃഭ്രാതു മിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതോ പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജാധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതര്യണ്യാഖ്യയായതുന്നതും തൃഷ്ണയും. സന്തോഷമാകുന്നതോ നന്ദനമ്പനം സന്തതം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കൻ ഈ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. ദേഹേന്ദ്ര പ്രാണ ബുദ്ധ്യാദികൾക്കെല്ലാം അഹന്തമേലെ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊൾകനി. സാരജ്ഞനായ നീ കേൾസുക ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായാമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളിൽ ഒന്നിനും കൂടാതെ കർമ്മബലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വധിച്ചു വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു കൊള്ളണം. നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു നീ തജ്ഞാന സ്വരൂപം വിചാരിച്ചു സതതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരം ആനന്ദമുക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിന്നാശുകളകനി മാനമല്ലോ പരമാവതാസ്പദം. സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കേണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വായുകെന്നുള്ളതിലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആസു 14 സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉക്കനീവോടനുഗ്രഹിച്ചിടണം. അച്ഛനെന്നുള്ളിൽ എന്നിച്ഛയെന്നാൽ അതിൽ ഇങ്ങെച്ഛയെങ്ങറു മുറച്ചിടുനും അമ്മയും. ഭർത്തൃകർമാനുകരണമത്രേ പതിവ്രത നിഷ്ഠാവധൂനാമെന്ന നിർണയം. മാതാവ് മോതാൽ അനുഗ്രഹിച്ചിടുകലേതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചുവാണടുവിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപദാന്തികെ. പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗം സിന്നി ആദരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോരിന്നിടിനാൽ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമ ഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്താരി മുൻപായ ദിക്പാലകന്മാരെ. ദുഃഖേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി അലകാരിണേ ഭണ്ഡകി. ഏകൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരിക്കുന്നിടുന്ന നേരവും. നന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാകു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധഭാഷ്പം കാടം പുണർന്നുടൻ. 7 സംവത്സരം കാനനം വസിച്ചാരാൽ വരികൻ അനുവദിച്ചിടിനാൻ. തൽക്ഷണ രാഘവൻ നത്വാസതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം. എന്നിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളുപ്പാടു കേട്ടു തീർന്നു തുലം. ത്വൽപാദ സേവാർത്ഥമായി നടന്നിടും ഇപ്പോൾ വയ്യേ വിടകൊള്ളുവനെന്നുമേ. മൂതാലതിനായവനു വച്ചിടണം സീതാപദേ രാമചന്ദ്രാദയാനിതേ. പ്രാണങ്ങളെ കളഞ്ഞിടുവന്നില്ലായകലേണാകുത തുല്യ വദന രഘുപതേ. എങ്കിൽ നീ പൊന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നെ യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പൂകരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതം ഉത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാതൃക്കാൽ കയുഗിച്ചു സാദരം. ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു മുന്ദരി മന്ദമന്ദം പറഞ്ഞിടുന്നാൽ.
ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരിണ വന്നതും എന്തു കൃപാനിതേ. പാരാണ വീരനങ്ങുമമ വല്ലഭ ഔരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമികരാഭരണാദ്യകലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചം നോട് എഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതോ പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദം ഉളച്ചു വാണിടുക. ഏതം ഇളച്ചു വാണേടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. പത്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോട് ഇതമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോരാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു. സത്യമല്ലോ ചൊല്ലു ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമൂർത്താലിതം. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തൻ തൻ വികു തൻ വികുല മാലികെ കേൾക്ക നീ മന്നവൻ കേകയ പുത്രിയാമയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യോവിക്രമം കൈക്കൊണ്ടുപോയനാൽ ഒന്നു ഭരതനെ വായിക്കയെന്നതും എന്നെ വനത്തിലെ അയക്കണം മറ്റതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവന്നാൻ. നീ ഇതിനേതും മുടക്കം പറകലാം വയ്യൽ കളഞ്ഞു മാതാവുമായി വായകുവിനെ. രഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശ ശശിമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലെന്നു കൊണ്ടും ഭവാനെന്നു ധരിക്കണം. ക്രമം കാകുസ്ഥനം അസ്തു കാകുസ്ഥനം കാകസ്ഥനം പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോടും ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കണ്ടുപോകുന്നത് തിങ്ങിവിറങ്ങൾ നിറഞ്ഞു വനങ്ങളിൽ. ഘോരസിംഹ വ്യാക്രസൂകര സൈരിഭവാരണ വല്ലുകപുകാതികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റു ദുഷ്ടജന്തുക്കൾ. സഖ്യയില്ലാതോളം ഉള്ളവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയം എന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കഡ്വമ്ല കഷായങ്ങൾ പാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജന പുവാനവാനാദി സന്മധു ക്ഷീരങ്ങളില്ലൊരു നേരവും. ശർക്കര ദുർമാർഗമെത്രയും കണ്ടകാവൃന്ദവും. നേരെ പെരുവയും അറിയാതവരെല്ലാം കാണാനുമില്ലറിഞ്ഞിടുവാൻ. സീതവാദാത പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുകയില്ലാർക്കുമേറിക്കടോ. എന്നോടെ ചൊല്ലിനാൻ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വാണിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടി നെല്ലൊരു സംശയം. ശ്രീരാമ വാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ പതിവ്രതയാം ധർമ്മപത്നി നാനാധാരവും ഇല്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ലതയാനിതേ പാദ ശുശ്രൂഷ വ്രതം മുടക്കയാകമേ. നിന്നുടെ സന്നിധം സന്തതം വാണിടും എന്നെ മറ്റാർക്കും പീഡിച്ചു കൊടുക്കുമോ. വല്ലതും ജലാഹാരങ്ങൾ വല്ല ഭോഷ്ടം എനിക്കമൃതോപമം. ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർദം മൂർദം മുള്ളുകളിൽ കല്ലും മുള്ളും. പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കിതും
പുഷ്പബാണോപമ നീ വിടിഞ്ഞിടോല. ഏതുമേ പീഡയുണ്ടാകയില്ലേ മൂലം ഭീതിയുമേതെനിക്കില്ല ഭർത്താവേ. കഞ്ചിത്വിജന് ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പത് നൊത്തും ഭവതിക്കു സങ്കടമില്ലേതും. തമ്പുഴൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യം അതിനിന്നെയും ഒന്ന് ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവരം ആമോദത്തോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൂന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പെരിയുമോ. എന്നിരിക്കെ പുനരെന്നുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടയുന്നല്ലെങ്കിൽ. ഇന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വ നിന്ന് തന്നെ നിന്തിരുവടി തന്നാണ്. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരുക വൈകാതെ സങ്കടമെന്നതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടുപോയ നീ ജാനകി ഹാരാതി ഭൂഷണമൊക്കെവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് വൃത്തിസുരോത്തമന്മാരെ വരുത്തുവാൻ. അത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേതോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരവാൽ. സദ്വൃത്തയാക്കുലശീലം ഗുണങ്ങളാൽ ഉത്തമന്മാരോട് കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തന്മാർക്കും കൊടുത്തിട്ടു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകന ശിവരനുചനവും ചെയ്തു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നിത അശ്രുജലങ്ങളും. ജാനകി ദേവിയും മൻപോടലുന്തതിക്കാന്തർ ആനന്ദമുൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരന് സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൽ. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോയും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം പ്രസിദ്ധനെന്നല്ലേ ആമോദത്തോടെ നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജൻ എന്ന് നിറച്ചുകൊൾ പിന്നെ അയോധ്യയിൽ ഓർത്തിയിടവേ. മായാവിഹീനമേ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികനെ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോടെ തൊഴുതു സൗമിത്രയും. തന്നുടെ ശരാദികളെ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൾ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ. പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാശിച്ചു കുതൂഹലാൽ. കോവളനായ കുമാരൻ മനോഹരൻ ശ്യാമളാമാര്യ കളയഭരൻ രാഘവൻ. കാമദേവോപവൻ കാമധന സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദഭി. രാമനാത്മാരാമൻ ഭുജൻ ലോചനൻ കാമാരി സേവിതൻ നാനാഗ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യക കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രിയണിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ. ശർക്കരാകണ്ഠകാ അയുധ ദുർഘടമായ ചില മൃഗമാർഗങ്ങളിൽ. രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മൃദുത സ്നിഗ്ധപദാപാദങ്ങളാൽ. നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശവിചിത്തം കഠോരമത്രേ തുലം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാക്കുമില്ലെന്നറിവോളവും. എന്നതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകേയ പുത്രിക്കു രണ്ടുവരം നൃപനേകിന പല പോലതു കാരണം രാഘവൻ. പൂവെന്നതു വനത്തിനു ഭാരതനും വായെന്ന് വന്നുകൂടും താരാമണ്ഡലം. പോകണമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. പ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ കേട്ടനന്തരം വാമദേവൻ പുരവാസികൾ തന്നോട് സാമോദമേവരുൾ ചെയ്തു നന്നേരം. ഓം നമോ ഭഗവതേ വാസുദേവായ.